ഹായ് ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ക്ലേ കൊണ്ട് എങ്ങനെ അടിപൊളി റോസ് ഫ്ലവർ ഉണ്ടാക്കാം. കണ്ടാൽ നല്ല ഒറിജിനാലിറ്റി തോന്നുന്ന റോസ് ഫ്ലവറാണ് ക്ലേ കൊണ്ട് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെ നോക്കാം. ആദ്യം ഒരു റോസ് ക്ലേ എടുത്ത് ഇനി അതെങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഉരുട്ടി കൊടുക്കുക. നമ്മൾ പത്തിരിക്കൊക്കെ ഉരുട്ടില്ല, അതേപോലെ ഉരുട്ടി കൊടുക്കുക. എന്നിട്ട് അതിൽ നിന്ന് കുറച്ചെടുത്ത് ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഉരുട്ടി ബോളാക്കി എടുക്കുക, ചെറിയ ബോളാക്കിയിട്ട് എടുക്കുക. അങ്ങനെ ബാക്കിയെല്ലാതും നമ്മളിങ്ങനെ ഉരുട്ടി ബോളാക്കുന്നുണ്ട്. ഇത് ചെറിയ കുട്ടികൾക്ക് പോലും ചെയ്യാൻ കഴിയുന്ന ഒരു അടിപൊളി റോസ് ഫ്ലവറാണ്. ഫൈനൽ ലുക്ക് കണ്ടാൽ നിങ്ങൾ ശരിക്കും ഞെട്ടും. അങ്ങനെ നമ്മൾ കുറച്ചെടുക്കുക, എന്നിട്ട് ഇങ്ങനെ ഉരുട്ടുക, ബോളാക്കുക, പിന്നെ എടുക്കുക, ഉരുട്ടുക, ബോളാക്കുക. അതിങ്ങനെ കണ്ടിന്യൂസ് ആയി ചെയ്തുകൊണ്ടിരിക്കുക. കഴിയുന്ന വരെ ഞാനിങ്ങനെ റൗണ്ട് ബോളാക്കി എടുക്കുന്നുണ്ട്. ഇനി ലാസ്റ്റത്തെ ബോൾ ഉരുട്ടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. അപ്പോൾ ഒരു ബോൾ എടുത്ത് ജസ്റ്റ് ഉരുട്ടി കൊടുത്ത് അതിനൊന്ന് പരത്തി കൊടുക്കുക. ജസ്റ്റ് ഒരു വട്ടത്തിൻ്റെ ഷേപ്പാക്കി എടുക്കുക. അങ്ങനെ നമുക്ക് എല്ലാതും ഉരുട്ടി പരത്തി ഷേപ്പാക്കി എടുക്കുക. ദെൻ അതിങ്ങനെ കണ്ടിന്യൂസ് ആയി ചെയ്യുക. എല്ലാതും അങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഉരുട്ടുക, പരത്തുക, ഷേപ്പാക്കുക. ദെൻ അടുത്തതെടുക്കുക, ഉരുട്ടുക, പരത്തുക, ഷേപ്പാക്കുക. അങ്ങനെ എല്ലാതും ഉരുട്ടുക, പരത്തുക, ഷേപ്പാക്കുക. പല വെറൈറ്റി റോസ് ഫ്ലവേഴ്സ് നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. പേപ്പർ വെച്ച് ചെയ്ത ഒരു വീഡിയോ ഞാൻ മുൻപ് ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ പോയി അത് കാണുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോ അത് ക്ലേ കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. ഓക്കെ, എല്ലാതും നമ്മൾ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഒന്നിൻ്റെ മേലെ ഒന്നായി ഇങ്ങനെ നേരെ നേരെ വെച്ച് കൊടുക്കുക. ഇതേ രീതിയിൽ തന്നെ ക്ലേ വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് നമുക്ക് ശരിക്കും റോസ് ഫ്ലവർ കിട്ടുള്ളൂ. അങ്ങനെ വെച്ച് കൊടുക്കുക. അവിടെ വെച്ചാൽ ശരിയാവില്ല. അപ്പോൾ അത് ഞാൻ എടുത്ത് ലാസ്റ്റ് കൊടുന്ന് വെക്കുന്നുണ്ട്. ഓക്കെ, ഇനിയാണ് അടുത്ത പരിപാടി. ജസ്റ്റ് നമുക്കിതിങ്ങനെ റോൾ ചെയ്തെടുക്കാം. ഈ പൊന്തി നിൽക്കുന്നതൊക്കെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ റോളാക്കി നമ്മൾ ആ ക്ലേനെ എടുക്കുക, പിന്നെ ഉരുട്ടി ഉരുട്ടി കൊണ്ടുവരിക. ഓക്കെ, ഉരുട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നോക്കൂ, കറക്റ്റ് റോസ് ഫ്ലവർ ആയിട്ടില്ലേ? ഈസി ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇനി ജസ്റ്റ് അതിൻ്റെ ഇതളുകളൊന്ന് വിടർത്തി കൊടുക്കുക. അപ്പോഴാണ് കറക്റ്റ് ഫ്ലവറിൻ്റെ ലുക്ക് കിട്ടുള്ളൂ. ഓക്കെ, ഇപ്പോൾ വിടർത്തി കൊടുത്തിട്ടുണ്ട്. ഇതാണ് ക്ലേ കൊണ്ട് നിർമ്മിച്ച നമ്മുടെ റോസ് ഫ്ലവർ. ഞാൻ ബാക്കി കളേഴ്സ് കൊണ്ട് കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈസി നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഫ്ലവറാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയതുകൊണ്ട് എല്ലാവർക്കും ചെയ്യാൻ കഴിയും. അപ്പോൾ നമ്മുടെ റോസ് ഫ്ലവർ മേക്കിംഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇത് കണ്ടാൽ ശരിക്കും ഫ്ലവർ ലുക്ക് തന്നെയാണുള്ളത്. നമുക്ക് പല കളറിലും ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഓറഞ്ച് ചെയ്തിട്ടുണ്ട്, പിന്നെ റോസ്, യെല്ലോ, പിന്നെ വയലറ്റ്.
ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഞാൻ ചെയ്തതാണ്. നമുക്ക് ഈസിയായി ചെയ്തെടുക്കാൻ പറ്റും. കുട്ടികൾക്കും ട്രൈ ചെയ്ത് നോക്കാം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇനി അടുത്ത വെറൈറ്റി വീഡിയോ ആയി വരുന്നത് വരെ ബൈ.